എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കുകയാണ്. വരാനിരിക്കുന്ന ഈ ഒരു വർഷക്കാലം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തികളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ പ്രമുഖ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയൊക്കെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു, പ്രത്യേകിച്ച് രാശിചക്രത്തിലെ ആദ്യ രാശിയായ മേടൻ രാശിക്കാരുടെ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ എന്തെല്ലാം മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യമാണോ, അതോ ചില മുൻകരുതലുകളൊക്കെ ആവശ്യമുണ്ടോ? ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ അതീവ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടത്? ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റി ഐശ്വര്യമൊക്കെ നിറയ്ക്കാൻ എന്തൊക്കെ പ്രതിവിധികളൊക്കെ ചെയ്യണം? ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. മേടക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ വരും വർഷമൊക്കെ രൂപപ്പെടുന്നത്. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവമായ കർക്കടകത്തിൽ ഉച്ചസ്ഥനായി തുടരുന്നുണ്ട്. അതിനുശേഷം 2027 ജനുവരി 24 വരെ 5-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുമുണ്ട്. തുടർന്ന് വക്രഗതിയിൽ വീണ്ടും ജൂൺ 25 വരെ കർക്കടകത്തിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലൂടെയുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 12-ാം ഭാവമായ മീനൻ രാശിയിൽ തുടരുകയാണ്. ഏഴര ശനിയുടെ കാലഘട്ടമാണ്. അതിനുശേഷം ജന്മരാശിയായ മേടത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ആ സമയത്ത് ജന്മശനി ആയിരിക്കും. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് നിങ്ങളുടെ 10-ാം ഭാവമായ മകരത്തിലേക്കും കേതു 4-ാം ഭാവമായ കർക്കടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഒരു സമ്മിശ്രമായ ഗ്രഹസ്ഥിതി മേടക്കൂറുകാർക്ക് വലിയ ചില ജീവിത പാഠങ്ങളും അതോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഓരോ മേഖലയായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറുകാരുടെ തൊഴിൽ, ബിസിനസ് മേഖലകളെ ഈ ഗ്രഹസ്ഥിതി എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 12-ലെ ശനിയുടെയൊക്കെ സ്വാധീനമുള്ളതിനാൽ ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായി വരുന്നതാണ്. ചെയ്യുന്ന ജോലിക്ക് തക്കതായ അംഗീകാരമൊക്കെ ലഭിക്കാൻ അല്പം താമസമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ഒക്ടോബറിന് ശേഷം വ്യാഴം ചിങ്ങൻ രാശിയിലേക്കൊക്കെ മാറുന്നതോടെയും ഡിസംബറിൽ രാഹു 10-ാം ഭാവമായ മകരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടെയും തൊഴിൽ രംഗത്ത് വലിയ അനുകൂല മാറ്റങ്ങളൊക്കെ പ്രകടമാകുന്നതാണ്. 10-ലെ രാഹു തൊഴിലിൽ വലിയ ഉണർവൊക്കെ നൽകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ജോലിയിൽ ഈ സമയത്ത് തേടി വരുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 ഡിസംബറിന് ശേഷം അനുകൂലമായ സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അല്പം ജാഗ്രതയൊക്കെ വേണം. എന്നാൽ 2027 ജനുവരിക്ക് ശേഷം പുതിയ പങ്കാളിത്തങ്ങൾക്കും അതുപോലെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുമൊക്കെ നല്ല സമയമാണ്. എതിരാളികളുടെയൊക്കെ തന്ത്രങ്ങളെ വളരെ എളുപ്പത്തിലൊക്കെ മറികടക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. കഠിനാധ്വാനത്തിന് തക്കതായ ഒരു ഫലമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവും ആയിരിക്കും ഇത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന സാമ്പത്തിക വശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് 1202 ആണ്ടിൽ സാമ്പത്തികമായി ചില ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടാം. 12-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അതിനാൽ അനാവശ്യമായ ചില ചിലവുകളൊക്കെ ഈ ശനി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യാത്രകൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായ ഒരു ബഡ്ജറ്റ് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമാറ്റവും ഡിസംബറിൽ രാഹുവിൻ്റെയൊക്കെ മാറ്റവും അപ്രതീക്ഷിത ധനലാഭത്തിന് വഴി തുറക്കുന്നതാണ്. മുൻപ് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടന്ന പണം ഈ കാലയളവിലൊക്കെ തിരികെ ലഭിക്കാം. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ കർക്കടകത്തിലെ ഉച്ചസ്ഥിതി വലിയ സഹായമാകുന്നതാണ്. ലോണുകളൊക്കെ പകുതിയെങ്കിലും അടച്ചു തീർക്കാനും സാധിക്കുന്നതാണ്. എങ്കിലും ഭാഗ്യപരീക്ഷണങ്ങൾക്കോ ചിട്ടി, ഷെയർ മാർക്കറ്റ് എന്നിവയിലൊക്കെ വലിയ തുകകളൊക്കെ ജാഗ്രതയില്ലാതെ നിക്ഷേപിക്കാനോ ഈ സമയം അത്ര അനുകൂലവും അല്ല. ഇനി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കാം. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകും.
ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഒക്ടോബറിനൊക്കെ ശേഷം വ്യാഴം 5-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നതോടെ സന്താനഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായ സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയറിലോ ഒക്കെ വലിയ പുരോഗതി ഉണ്ടാകുന്നത് വഴി മാതാപിതാക്കൾക്ക് അഭിമാനിക്കാനൊക്കെ അവസരം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ കേതു 4-ാം ഭാവത്തിലേക്ക് മാറുന്ന ഡിസംബർ മാസത്തിന് ശേഷം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതി കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പരസ്പര വിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ഇനി മേടക്കൂറിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലെ സഞ്ചാരം ബുദ്ധി വളർച്ചയ്ക്കും ഏകാഗ്രതയ്ക്കുമൊക്കെ സഹായിക്കും. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഒരു വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരദേശത്തോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മേടക്കൂറുകാർ ഈ വർഷം അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം 7ാം ശനിയൊക്കെ തുടരുന്ന കാലഘട്ടമാണ്. പിന്നീട് ശനിയൊക്കെ ജന്മത്തിലേക്കൊക്കെ വരുന്നതിനാലും വിട്ടുമാറാത്ത എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് കാലുകൾക്കോ അല്ലെങ്കിൽ സന്ധികൾക്കോ ഒക്കെ ഉണ്ടാകുന്ന വേദനകൾ, അതുപോലെ ഉറക്കക്കുറവ്, അനാവശ്യമായ മാനസിക ഉത്കണ്ഠ എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കുക. അതുപോലെ യാത്രകളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുന്നതും നന്നായിരിക്കും. ഇനി വരാനിരിക്കുന്ന വർഷത്തെ ഗ്രഹദോഷങ്ങളെയൊക്കെ അകറ്റി ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും ഒക്കെ കൊണ്ടുവരുന്നതിനായി മേടക്കൂറുകാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം വഴിപാട് ശനീശ്വരന് സമർപ്പിക്കുന്നത് ശനിയുടെ ദോഷശാന്തിക്ക് ഉത്തമമാണ്. ശനി സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നതും അതുപോലെ കറുത്ത എള്ള് കിഴി കെട്ടി എള്ളെണ്ണയിലൊക്കെ വിളക്ക് തെളിയിക്കുന്നതും 7ാം ശനി ദോഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നതാണ്. അതുപോലെ വ്യാഴപ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി പാൽപ്പായസമൊക്കെ വഴിപാടായിട്ട് സമർപ്പിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നതുമൊക്കെ രാഹുകേതുക്കളുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. ഈ പരിഹാരങ്ങളൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയൊക്കെ ചെയ്യുക. ഈശ്വരകൃപയാൽ വരാനിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ പറ്റുന്നതാണ്. പൊതുവേ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിയോടെയും ഈശ്വരവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ മേടക്കൂറുകാർക്ക് വലിയ വിജയങ്ങളൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 1202-ാം ആണ്ട്. മേടക്കൂറിലുള്ള എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ വർഷം അത്യധികം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.